ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് നറുകരയിൽ സ്ഥിതി ചെയ്യുന്ന സെഞ്ചുറി ഇൻ്റർലോക്ക് കമ്പനിയുടെ ഇൻ്റർലോക്ക് വർക്ക് പയ്യനാട് സൈറ്റിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള വർക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, ഇൻ്റർലോക്കിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ക്ലിയറിംഗ് ആണ്. അത് നമ്മൾ കമ്പി അടിച്ച് നൂല് കെട്ടി വാട്ടർ ലെവൽ നോക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. എവിടേക്ക് മണ്ണിടേണ്ടത്, എവിടേക്ക് മണ്ണ് എടുക്കേണ്ടത് എന്ന ഭാഗങ്ങളൊക്കെ കാണാം. ഉദാഹരണമില്ല, ഈ സ്റ്റെപ്പിൻ്റെ ഭാഗത്തൊക്കെ മണ്ണെടുക്കാനാണ്. അതുപോലെ ഈ ഫ്രണ്ടിൻ്റെ ഈ ഭാഗത്ത്, ഈ സൈഡ് ഭാഗത്തൊക്കെ കൂടുതൽ മണ്ണ് ഒഴിവാക്കാനുള്ളതാണ്. അതാണ് ഇങ്ങനെ കളച്ചിട്ടിരിക്കുന്നവർ. ഇനി ഇതൊക്കെ നീക്കിയിട്ട് വേണം ബേബി മെറ്റൽ നിരത്താൻ. ഇത് മാക്സിമം ഇതിൻ്റെ ലെവല് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ സ്റ്റെപ്പിൻ്റെ ഈ ഭാഗത്താട്ടോ. ഈ മുകളിലെ സ്റ്റെപ്പ് നോക്കിയിട്ടാണ് താഴത്തെ സ്റ്റെപ്പിൻ്റെ ലെവൽ നോക്കുന്നത്. അതിനനുസരിച്ചാണ് നൂല് കെട്ടിയിരിക്കുന്നത്. അതിൻ്റെ വാട്ടർ ലെവലാണ് കേട്ടോ ഗൈസ്. അതുപോലെ തന്നെ ഗേറ്റിൻ്റെ ഭാഗത്തും കുറച്ച് മണ്ണെടുക്കാനുണ്ട്. ഇൻ്റർലോക്ക് വിരിച്ചതിന് ശേഷം 1 ഇഞ്ച് ഗ്യാപ്പ് ഇടണം ഈ ഗേറ്റിന്, എന്നാലാണ് സെറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ വിരിക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻ്റർലോക്ക് എന്ന് പറയുന്നത് 10x10 സ്റ്റോൺ ബ്ലോക്കാണ്. കണ്ടില്ലേ? അപ്പോൾ ഗൈസ്, ഏകദേശം ലെവലിംഗ് ഒക്കെ സെറ്റായിട്ടുണ്ട്. ഉണ്ടല്ലേ? ഇനി ഇതിപ്പം മെഷീൻ കൊണ്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നല്ല ഉറച്ച സ്ഥലമായതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമില്ല. എല്ലാം എന്നുണ്ടെങ്കിൽ മെഷീൻ കൊണ്ട് പ്രസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓക്കെ, ഏകദേശമൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി മെറ്റലിട്ട് ലെവൽ ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കണം. ബേബി മെറ്റലിട്ടു. ഇനി സ്കെയിൽ കൊണ്ട് ലെവൽ ചെയ്യാനുണ്ട്. അല്ലേ, നമ്മൾ വാട്ടർ ലെവൽ നോക്കി ആ നൂലിനനുസരിച്ച് സ്കെയിൽ വലിച്ച് വേണം സെറ്റ് ചെയ്യാൻ. കാരണം ആ ടോപ്പ് ലെവൽ, കട്ടൻ്റെ ടോപ്പ് ലെവൽ പറഞ്ഞാൽ ആ നൂലിൻ്റെ ഹൈറ്റ് കേട്ടോ. അപ്പോൾ ഏകദേശം മറിയൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. വിരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലേ, ഇതുപോലെയാണ്. ഏകദേശം വിരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ സൈറ്റിലേക്ക് ഇൻ്റർലോക്കായിട്ട് ലോഡായിട്ട് വരുന്നത് നമ്മളെ സെഞ്ചുറിൻ്റെ വാഹനം തന്നെയാണ് കേട്ടോ ഗേസ്. ഇൻ്റർലോക്ക് ഇറക്കുന്നത് നമ്മളെ 2 ഭായിമാരാണ്. കണ്ടില്ലേ? നല്ല ഹാപ്പി ആയിട്ടാണ് ഇറക്കുന്നത്. ഗൈസ്, അങ്ങനെ വിരിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി ഇൻ്റർലോക്കിൻ്റെ സൈഡ് ഭാഗത്ത് കട്ട് ചെയ്യാനുണ്ട്. കണ്ടില്ലേ? ഏകദേശം വിരിയൊക്കെ കഴിഞ്ഞു. ഉണ്ടല്ലേ? ഇനി സൈഡ് പീസൊക്കെ വെക്കാണ്ട്. അതുപോലെ ഈ ഭാഗത്ത് കുറച്ച് വിരിക്കാനുള്ള കട്ടയാണ് ഇപ്പോൾ ഇറക്കിയത്. നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ സെറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഓരോ ബ്ലോക്കും ഇങ്ങനെ സെറ്റാക്കി വെക്കണം, ലോക്കാക്കിയിട്ട്. ഇതൊരു നല്ല ലോക്ക് തന്നെയാണ് കേട്ടോ ഗൈസ്. ഇതിൻ്റെ ഡിസൈൻ ഇപ്പോൾ 2:1 ഈ ചോക്ലേറ്റിൽ വൈറ്റ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 3 ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഡിസൈനായിട്ട് വൈറ്റ് വന്നിരിക്കുന്നത്. കണ്ടില്ല ഗൈസ്? അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സൈഡ് പീസ് വെക്കാൻ വേണ്ടി അളവെടുത്ത് വേണം കട്ട് ചെയ്യാൻ. എന്നാൽ എന്താ വെച്ചാൽ വേസ്റ്റ് ആവില്ല ബ്ലോക്കുകളൊന്നും. കണ്ടില്ലേ? ഇതേപോലെ വരച്ച് കട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഏകദേശമൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തും. അങ്ങനെ ബ്ലോക്കുകളൊന്നും അങ്ങനെ മിക്സ് ആവില്ല. കണ്ടില്ലേ? ഇപ്പോൾ ഏകദേശമൊക്കെ റെഡിയായി. സൈഡിലൊക്കെ മെറ്റലിട്ടു, റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ക്ലീൻ ചെയ്യണം ഇൻ്റർലോക്കിൻ്റെ ഭാഗങ്ങളൊക്കെ. ഇപ്പോൾ ചെയ്ത ഈ ഭാഗങ്ങൾ മൊത്തം ക്ലീൻ ചെയ്തിട്ട് വേണം മെഷീൻ അടിക്കാൻ. കണ്ടില്ലേ? അപ്പോൾ ഗൈസ്, ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനി മെഷീൻ അടിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കണം കേട്ടോ. നമുക്ക് സെറ്റായി. എല്ലാ സൈഡിലും പീസൊക്കെ വെച്ചു.
ഗ്യാപ്പുകളൊക്കെ ഏകദേശം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അവിടെ മെഷീൻ അടിച്ചതിന് ശേഷം ചെറുതായിട്ട് തേപ്പ് വരും ചെറിയ കനത്തിൽ. ഗൈസ്, ഇൻ്റർലോക്ക് വിരിച്ച എല്ലാ ഭാഗത്തും മെഷീൻ അടിച്ച് പ്രസ് ചെയ്യണം. ചില ഭാഗത്ത് കട്ട ചിലപ്പോൾ പൊന്തിയും താന്നിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മെഷീൻ ചെയ്ത് പ്രസ് ചെയ്യണത്. കണ്ടില്ല, ഇത് മൊത്തം പ്രസ് ചെയ്യണം. എന്നുവെച്ചാൽ ഏകദേശം മൊത്തം സീറ്റിംഗ് ആവും, ഇളക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ബ്ലോക്കിന് നല്ല ലോക്ക് തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഇൻ്റർലോക്ക് 10x10 സ്റ്റോൺ ആണ് കേട്ടോ, ചോക്ലേറ്റ് വൈറ്റ് കളർ. അപ്പോൾ മെഷീനൊക്കെ അടിച്ച് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡൊക്കെ ഇനി ചെറുതായിട്ട് തേപ്പ് വരാണ്ട്, നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ചെറുതായിട്ട് തേപ്പ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. തേക്കുന്നതാണ് ആ കാണുന്നത്. മെഷീനടി കഴിഞ്ഞു. അതേപോലെ തന്നെ സൈഡിൽ തേപ്പും ചെറുതായിട്ടുള്ളത് അതൊക്കെ തേച്ചൊക്കെ ഫിനിഷായിട്ടോ. ഇതിൻ്റെ മൊത്തം വർക്കും കഴിഞ്ഞു. ഇനി എന്താണെന്ന് വെച്ചാൽ അടുത്ത ഘട്ടം പോളിഷിംഗ് ആണ് ഗൈസ്. ഇവിടെ പോളിഷ് ചെയ്തിട്ടില്ല. പോളിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത എല്ലാ ഭാഗങ്ങളും കഴുകി വൃത്തിയായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം പോളിഷ് ചെയ്യാൻ നോക്കുക. ഓക്കെ ഗൈസ്. 10x10 സ്റ്റോൺ വർക്ക് ചെയ്ത രണ്ട് സൈറ്റ് പോളിഷ് ചെയ്ത 2 സൈറ്റ് ഫോട്ടോ വീഡിയോക്ക് ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇൻ്റർലോക്ക് വിരിക്കുന്ന വർക്കറുടെയും സെഞ്ചുറി കമ്പനിയുടെയും കോൺടാക്റ്റ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അവരുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.